വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം നമുക്ക് നോക്കാം. റൗണ്ട് നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കളറിൽ നോക്കും, ഈ രണ്ട് കളറിലെ നൂലുകളാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കളർ നൂലുകൊണ്ട് ചെയിനിടുക. എല്ലാ നെക്ക് ഡിസൈനിലും ഞാൻ പറയുന്നതാണ്, ഒരു മീഡിയം ടൈപ്പ് നെക്കിന് വേണ്ടിയിട്ട് എത്ര ചെയിൻ വേണമെന്ന് വെച്ചാൽ അത്രയും ചെയിൻ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയിനിടാം. ചെയിനിട്ട് വയ്ക്കുക. ഇത്രയും നീളത്തിൽ ഞാൻ ചെയിനിട്ട് വെച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഡബിൾ ക്രോഷ്യ 3 ഇതെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യും നാലാമത്തേന്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അതേമാതിരി 2 ഡബിൾ ക്രോഷ്യ. ഈ 2 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യുക. ക്രോഷ്യകൾ ചെയ്തപ്പോൾ 4 ഡബിൾ ക്രോഷ്യ. ഇതിൻ്റെ മുകളിൽ ഈ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യും. എന്നാലും ഇത് 2 റൗണ്ടിലായിട്ട് വരുള്ളൂ. റൗണ്ടായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. 2 ചെയ്തു. ഇതിൻ്റെ മുകളിൽ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അഞ്ചാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും. അപ്പോഴെങ്കിൽ റൗണ്ടായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തണം. അങ്ങനെ ചെയ്യുന്നത് കാണിക്കും. ഇതേമാതിരി ഞാൻ ഓരോന്ന് വെച്ച് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ റൗണ്ടായിട്ട് വന്നു. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ചെയിനും കൂടെ എടുത്തിട്ട് 4 ചെയിന് ഒന്ന് ഒഴിവാക്കുക. ഇവിടുത്തെ ഒരു ഡബിൾ ചെയിൻ ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ബോക്സ് മാതിരി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക, ഒന്ന് ഒഴിവാക്കുക, അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിനിടുക, അവിടെ അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് ചെയിനിടുക, ഒരു ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയിൻ ഒഴിവാക്കി അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് വരെ കൊണ്ടുവരണം. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് മാറ്റിയെടുത്ത് ഈ കളറ് മാറ്റി കൊടുക്കുക. അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും.
അങ്ങനെ വന്നപ്പോൾ ഇനി അടുത്ത് ചെയ്യുന്നതിന് അടുത്തത് ഈ കളർ കൊണ്ട് കൊടുക്കണേ. ഈ കളർ സ്റ്റാർട്ട് ചെയ്യുക. ഇത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ ചെയ്യും, രണ്ടാമതൊരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യും. വീണ്ടും മൂന്നാമതൊരു ഡബിൾ ക്രോഷയും കൂടി ചെയ്യും. ഡബിൾ ക്രോഷ ചെയ്തെടുത്തില്ലേ. രണ്ട് ചെയിൻ ഇടുക. ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നിന്ന് തന്നെ മൂന്ന് ഡബിൾ ക്രോഷയും കൂടി ചെയ്തിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന് ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക. പിന്നെ എന്താ ഈ ബോക്സ് ഇവിടെ ഈ അടുത്തൊരു ചെയിനുണ്ട്. ഇത് ചെയ്തിട്ടിട്ട് ഈ ബോക്സിൻ്റെ അകത്ത് ഒരു ബോക്സ് ഒഴിവാക്കി ഇവിടെ തൊട്ടും കൊണ്ട് വന്നിട്ട്, അപ്പോൾ അതിനെക്കൊണ്ട് ഈ ബോക്സിൻ്റെ അകത്തുനിന്ന് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്തുനിന്ന് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തെടുത്ത് 2 ഡബിൾ ക്രോഷേ. പിന്നെ ഒന്നും കൂടെ ഒരു ചെയിനും കൂടെ ഇടുക. ഒരു ചെയിനും കൂടെ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തിട്ട് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇതൊന്ന് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഇവിടെ ചെയ്തിട്ട് ഇതേമാതിരി 3 ഡബിൾ ക്രോഷ, 2 ചെയിന്, വീണ്ടും 3 ഡബിൾ ക്രോഷ അങ്ങനെ ചെയ്തെടുക്കുക. ഇതങ്ങനെ വന്നിട്ട് ഇതേമാതിരി തന്നെ 3 ഡബിൾ ക്രോഷ വെച്ച് 4 ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവരണം. ഇതുവരെ ചെയ്തെടുക്കാം നമുക്ക്. അതേമാതിരി ഞാൻ ചെയ്തെടുത്തു. ഒരു 3 6 ഡബിൾ ക്രോഷ, പിന്നെ 4 വെച്ച് 2 വെച്ച് 4 ഡബിൾ ക്രോഷ, പിന്നെ വീണ്ടും 3 6, പിന്നെ വീണ്ടും 4 അങ്ങനെ 4 2 വെച്ച് 4 ഡബിൾ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുത്ത് കൊണ്ടുവന്നു.
ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്ന വിധം. അടുത്ത റൗണ്ട് ഇത് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത് 3 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അവിടുത്തെ. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വീണ്ടും ഇതാ ഈ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയ്യുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ചെയ്തെടുത്ത്. അപ്പോൾ ഇവിടെ അതാ 3 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ തൊട്ടായി. ഇനി അടുത്തതിൻ്റെ ഈ ചെയിന് വിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഉണ്ട്. പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ 2 ചെയിനിടുക. 2 ചെയിനിട്ടതിന് ശേഷം ആ ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ അതേമാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഉണ്ട്. ഇങ്ങനെ വന്നു അപ്പോൾ കണ്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ 3 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ 3 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്ന ഒരു ചെയിനിടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇതൊന്ന് ഇവിടുത്തെ ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ചെയിനിൻ്റെ മുകളിൽ വീണ്ടും ഈ ചെയിനിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യായി കണ്ടോ. പിന്നെ ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ടിട്ട് ഇവിടുത്തെ ചെയിനുണ്ടല്ലോ അതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിനിടുക. ചെയിൻ എടുത്തിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ അതേമാതിരി വന്നു. ഇനി അടുത്ത ചെയ്യുന്നത് ഒരു ചെയിൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഇവിടുത്തെ ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ 3 ഡബിൾ ക്രോഷ്യകളുണ്ടല്ലോ ഇവിടുത്തെ ഈ 3 ആദ്യത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ടാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്നും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ഈ ഗ്യാപ്പിൽ ചെയിനിലിട്ടിട്ട് 2 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്യുക. ചെയ്തിട്ട് വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതെടുത്തിട്ട് പിന്നെ ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അത് ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ ചെയ്തിങ്ങനെ ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതേമാതിരി ഉണ്ടാകും. ഈ ഡബിൾ ക്രോഷ്യകൾ ഇവിടെ അങ്ങനെ ഇതേമാതിരി ഉണ്ടാകും. ഇവിടെ 2 കണ്ടോ 4 ഡബിൾ ക്രോഷ്യ ഉള്ളത് 3 ആയിരിക്കും, 2 1 അങ്ങനെ അതേമാതിരി കുറച്ച് കൊണ്ടുവരണം. ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ആദ്യം ചെയ്തെടുക്കുക. ഈ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്ത് അതേമാതിരി ഞാൻ ഇതുവരെ തയ്ച്ചെടുക്കുക. അപ്പോൾ 3 ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊണ്ട് ഇനി അടുത്ത ലൈൻ ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ലൈന് 3 ചെയിനിലുള്ള ഒരു സിംഗിൾ ക്രോഷ്യ ആവുന്നുണ്ട്.
ഇവിടെ അടുത്തതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും, ഡബിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും പറയുമ്പോൾ മാറിപ്പോകുന്നു. ഈ ഓരോന്നിൻ്റെ ഇവിടെ 5 ഡബിൾ ക്രോഷ്യകളുണ്ട്. ഈ 5 ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്നും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇത് 5 ഡബിൾ ക്രോഷ്യ ഞാൻ ചെയ്തെടുക്കും. ഇനി അടുത്ത ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് വീണ്ടും 2 ചെയിനിട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി ഇവിടുത്തെ മുകളിൽ 5 ഡബിൾ ക്രോഷ്യ ഇതേമാതിരി ചെയ്തെടുക്കുക. അങ്ങനെ വേണം. ഇവിടെ ഇത് ഒഴിവാക്കിയിട്ട് ഒരു ചെയിൻ ഇടണം. ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് അവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഡബിൾ ക്രോഷ്യ പിന്നെ ഇത് ചെയിനിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ഒരു ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഈ സിംഗിൾ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേപോലെ ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെ 5 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ 5 ചെയ്യുക. പിന്നെ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിന്, 2 ഡബിൾ ക്രോഷ്യ. അതേമാതിരി തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇതേമാതിരി വരും കാണാനായിട്ട്. കണ്ടോ? അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്യും. അതേമാതിരി ഞാൻ 5ാമത്തെ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തത്. ഇതുവരെ തയ്ച്ചെടുത്തു. മുന്നിപ്പോൾ ഇതിവിടെ 2 ഉണ്ട്, ഇവിടെ 1 ആവും. എങ്ങനെ എന്തെങ്കിലും പിന്നെ ഇവിടെ തയ്ച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ഇവിടെ ഇപ്പോൾ എത്ര എണ്ണമായാലും 7 ഡബിൾ ക്രോഷ്യ ആയി ഇവിടെ. അപ്പോൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക ആദ്യം. ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇവിടെ ഞാനത് 7 ഡബിൾ ക്രോഷ്യ ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് ഓരോന്ന് വെച്ച് ചെയ്തെടുത്ത് ഉണ്ട്. ഇനി അടുത്തത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ആദ്യം ചെയ്ത മാതിരി തന്നെ ഈ ഗ്യാപ്പിൻ്റെ അകത്ത് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതിൽ വീണ്ടും ഒരു ചെയിൻ 2 ചെയിനിടുക. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും.
ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഇവിടെ എന്താ 7 ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ 7 ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നിവിടെ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ട് ഇവിടെ 2 ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ നിന്ന് ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ അതവിടെ അതേമാതിരി വന്നു, ഇവിടെ അതേമാതിരി വന്നു, ഇവിടെ ഇനി അടുത്ത ഒരു ചെയിനിടുക. അടുത്ത ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ്റെ ഉള്ള അതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടത്. ഇവിടെ ഞാൻ തയ്ച്ചെടുത്തത് റൗണ്ട് ഫുള്ളായിട്ട് കാണുന്നില്ല, അതുവരെ തയ്ച്ചെടുത്ത് കണ്ട്. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അതിനിവിടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കത് കഴിഞ്ഞ് ഇവിടത്തെ ഇതിന് ഈ കളർ കൊണ്ടുള്ളത് കഴിഞ്ഞു. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ ഇപ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഇതേമാതിരി ഉണ്ടാവും. ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ നടുക്കിൽ ഈ അറ്റത്തല്ല ഇത് കൊടുത്ത് ഈ പക്കത്തിൽ കൂടെ ഒരു ബോർഡറും കൂടെ ഈ കളർ കൊണ്ട് കൊടുക്കുക. എന്നാലിത് കഴിഞ്ഞ്. ഈ കളറല്ലേ, ഈ കളറാണല്ലോ നേരെ ചെയ്തത്. അപ്പോൾ അതിനെക്കൊണ്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. സിംഗിൾ ക്രോഷ്യയിൽ ഒരു ബോർഡർ കൊടുക്കുക. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യയിൽ ഒരു ബോർഡർ കൊടുക്കുക. ഇതേമാതിരി ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യയിൽ ഒരു ബോർഡർ കൊടുക്കുക. ഇതുവരെ ചെയ്തെടുക്കുക. അത് ഇതുവരെ ചെയ്തിട്ട് കാണിച്ചത്. അതുവരെ ഞാൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ചെയിനിട്ട് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. ഇതിവിടെ ഈ സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അങ്ങനെ ഈ ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഒരു സിംഗിൾ ക്രോഷ്യയിൽ. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇതവിടെ കഴിഞ്ഞ്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് ഇതേമാതിരി ഉണ്ടാവും.